സാർ വരൂ. എന്തായിരുന്നു സാറേ? ഞങ്ങൾ ഉഴവലക്കൽ KCB-യിലെ ലൈൻമാൻമാരാണ്. ഞാൻ മന്മഥൻ. എൻ്റെ പേര് സുഗതൻ. നമ്മുടെ KCB-ക്ക് ഇവിടുന്ന് ഒരു തെറ്റി വന്നിട്ടുണ്ട്. പുതിയ ക്യാമറയിലൂടെ ഒരു സംഭവം വന്നേക്കാണ് സാറേ. ഞങ്ങളൊരു എമർജൻസി പണി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ സംഭവമാണ് ഇപ്പൊ വന്നേക്കണേ. ഈ വാഹനത്തിൽ കോണി വെച്ച് പോയണ്ടേ അല്ലേ? ഇത് നിങ്ങൾ പിഴടയ്ക്കണം സാറേ. ഇതിപ്പോ എന്റെ വണ്ടിയോ ഇദ്ദേഹത്തിന്റെ വണ്ടിയോ അല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയോ. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിഴ ഡിപ്പാർട്ട്മെന്റ് അടച്ചോട്ടെ. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല സാർ, ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോണതാണല്ലോ. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പോണേ? അതായത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണല്ലോ എഴുതി വെച്ചിട്ടാണല്ലോ പോണേ. ഞാൻ ആരോടും പറയില്ല കേട്ടോ. ഞാൻ ആരോടും പറയില്ല. ഇതിപ്പോ ക്യാമറ വന്ന കാരണം അത് കണ്ടു. ഇത് നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളത്. അത് ശരിയല്ല. ഇതിനൊരു കണക്കുണ്ട്. അതായത് നമ്മളൊരു വാഹനത്തിന്റെ അളവിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിങ്ങൾ വാഹനത്തിൽ വയ്ക്കുന്ന ലോഡ് കവിഞ്ഞ് പോകാൻ പാടില്ല. ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു കോണിയാണ്. അത് വലിയ വെയിറ്റ് ഉള്ള സാധനമല്ല. അത് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ ഇതിന്റെ ഒരു അളവുണ്ട്, ആ അളവിന് കവിഞ്ഞ് പോരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ കോണി വെക്കാൻ അളവിലുള്ള ഒരു വാഹനം നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ടുവരും. ഞങ്ങൾക്ക് തന്നേക്കുന്ന ജീപ്പാണ്. അതാ. അപ്പൊ ആ ജീപ്പിൽ കൊള്ളാവുന്ന രീതിയിൽ കോണി കൊണ്ടുപോവാ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആ കോണി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ പോസ്റ്റിന്റെ ഹൈറ്റ് കുറയ്ക്കാം. അല്ല അങ്ങനെ പറ്റും. അല്ല നമ്മളെന്താ പറയാ, ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിപ്പോ നമുക്ക് നമ്മുടെ നിയമം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഞങ്ങൾ ചെയ്യണതല്ല. ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞപ്പോ ഈ ക്യാമറ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് എന്ത് സാധനം വന്നാലും അപ്പൊ അടിക്കണോ, ഇവിടെ വരണോ, അതിന്റെ പിഴ. ഞങ്ങളിതിപ്പോ എങ്ങനെ? അല്ല, ഇത് 20,000 ഉറുപ്പിയാണ് പിഴ വന്നേക്കണേ. അതാണ് 2019 മുൻപ് ഈ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴാണ് ഈ 20,000 രൂപ ആയിരുന്നത്. നമുക്ക് ഇതൊക്കെ സർക്കാരിന്റെ തീരുമാനം. ഞങ്ങൾ പിന്നെ ഇതിപ്പോ എങ്ങനെയാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയി ഏണി വെച്ച് കൊണ്ടുപോകണ്ടേ സാറേ? അല്ല അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനുള്ള വണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് പറയാ. സാറേ ഇതിപ്പോ തെങ്ങും പ്ലാവോ ഒന്നല്ലല്ലോ, ഇത് പോസ്റ്റാണ്. ഞങ്ങൾക്ക് ഇത് കയറണമെങ്കിൽ ഇത് ഏണി കൊണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എണിച്ചിങ്ങിപ്പോ ഈ നിയമം തെറ്റിക്കാണ്ട് നിങ്ങൾ ചെയ്യണം, അത്രേ പറയാൻ പറ്റില്ല. ആദ്യ കാലത്തൊക്കെ KCB-യിൽ ജോലി ചെയ്തിരുന്നത് ഇങ്ങനെ പോസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കയറല്ലേ. അല്ല, ഞങ്ങളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സത്യശീല സാർ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇതൊന്ന് പറയാൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ പിടിവാശി കാണിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ഇരുട്ടത്തിരിക്കേണ്ടി വരും. അല്ല, ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇരുട്ടത്തിരിക്കണ്ടോ വെളിച്ചത്തിരിക്കണ്ടോ എന്ന് പറഞ്ഞില്ല. നിയമത്തിന്റെ വഴിക്കാ പോകുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാനില്ലല്ലോ. പിഴ അടയ്ക്കണം. നമുക്ക് ശരി ശരി. ഇവരുടെ ധാരണ നമ്മളിവിടെ ഇരുന്ന് എഴുതി വിട. ഇതിപ്പോ നമ്മുടെ വീട്ടിലേക്ക് കാശ് അയച്ചേരനെ വരെയാ പറയണത്. നമ്മളെന്താ ചെയ്യാ? മോഹന, താൻ ഒന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്.